Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ വോൾട്ട് എന്ന 3D Max അസറ്റ് ബ്രൗസർ പ്ലഗിൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3D മോഡൽസ്, ടെക്സ്റ്റേഴ്സ്, HDRIs തുടങ്ങിയവയെല്ലാം ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യുവാനും Vray, കൊറോണ തുടങ്ങിയ റെൻഡർ എഞ്ചിനുകളിലേക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. ഈ പ്ലഗിൻ നമ്മുടെ സീനുകളിൽ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ആക്സസ് ചെയ്യാം തുടങ്ങിയവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഇന്റീരിയർ ആർക്കിടെക്ചർ സീനുകളിൽ ഫ്രീ ആയി 3D അസറ്റുകളെ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതിനായി വോൾട്ട് എന്ന ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാവുന്നതാണ്. വോൾട്ട് എന്ന ഈ ഒരു അസറ്റ് ബ്രൗസർ നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ മോഡൽസ്, ടെക്സ്റ്റേഴ്സ്, HDRIs തുടങ്ങിയ ഈ 3D അസറ്റുകൾ ഇവിടെ കാണാവുന്നതാണ്. അസറ്റ്സിനെ നമുക്ക് ആവശ്യമായ കാറ്റഗറിയിൽ നിന്നും സെലക്ട് ചെയ്ത് സീനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. മോഡൽസ് എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ പ്രോപ്സ്, ഇൻഡസ്ട്രിയൽ, ഡെക്കറേറ്റീവ്, നാച്ചർ, ഫർണിച്ചർ ഒരുപാട് കാറ്റഗറികൾ ഇതിൽ അവൈലബിൾ ആണ്. ഓരോ കാറ്റഗറികളിലും വളരെ റിയലിസ്റ്റിക് ആയ മോഡൽസും ഇതിൽ അവൈലബിൾ ആണെന്ന് നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള കാറ്റഗറികൾ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത മോഡലുകൾ ഇമ്പോർട്ട് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സീനിലേക്ക് വളരെ ഈസിയായി മെർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ റിയലിസ്റ്റിക് ആയ ഈ ഒരു മോഡൽ ഇവിടെ ഇമ്പോർട്ട് ആയിരിക്കുകയാണ്. ഇതുപോലെ സെക്കൻഡുകൾക്കുള്ളിൽ ഈ ഒരു അസറ്റ് ലൈബ്രറിയിൽ നിന്ന് നമ്മുടെ സീനിലേക്ക് ആവശ്യമായ ഏതൊരു 3D മോഡലിനെയും സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. 3D മോഡൽസ് കൂടാതെ ഇതിൽ ടെക്സ്റ്റേഴ്സ്, HDRIs തുടങ്ങിയ 3D അസറ്റ്സും ഇതിൽ അവൈലബിൾ ആണ്. അടുത്തായി മെറ്റീരിയൽസിനെ നമ്മുടെ സീനുകളിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ചെക്ക് ചെയ്യാം. വളരെ റിയലിസ്റ്റിക് ആയ മെറ്റീരിയൽസ് ഇതിൽ കാണാവുന്നതാണ്. ആദ്യമായി ഈ ഒരു സ്റ്റോൺ വാൾ ടെക്സ്റ്റ് ആണ് നമ്മൾ ഇതിലേക്ക് അസൈൻ ചെയ്ത് ചെക്ക് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇമ്പോർട്ട് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്ലേറ്റ് മെറ്റീരിയൽ എഡിറ്ററിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത മെറ്റീരിയൽ ഇമ്പോർട്ടായി ലഭിക്കുന്നതാണ്. ഇനി സ്ലേറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്ത് ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം എവിടെയാണ് ഈ ടെക്സ്റ്റേഴ്സ് അസൈൻ ചെയ്യേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് അസൈൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസിനെ എല്ലാം ഡൗൺലോഡ് ചെയ്ത് മെറ്റീരിയൽ എഡിറ്ററിൽ ഇമ്പോർട്ട് ചെയ്ത് അസൈൻ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വളരെ ഈസിയായി മെറ്റീരിയൽസിനെ സീനുകളിലേക്ക് യൂസ് ചെയ്യാനും HDRI സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാനും വോൾട്ട് എന്ന 3D അസറ്റ് ബ്രൗസർ യൂസ് ചെയ്യാവുന്നതാണ്. HDRIസിനെ ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് സീനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത HDRI ഫയൽ മെറ്റീരിയൽ എഡിറ്ററിലേക്ക് ഇൻസ്റ്റൻസ് ആയി ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിന്റെ ഹൊറിസോണ്ടൽ റൊട്ടേഷൻ ചെയ്ത് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് കാറ്റഗറികളും അതിൽ ഒരുപാട് HDRIസും ഇവിടെ കാണാവുന്നതാണ്. 3D സീനുകളിലേക്ക് ആവശ്യമായ HDRI ഫയൽസ് വോൾട്ട് എന്ന ഈ ഒരു അസറ്റ് ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്ത് നമ്മുടെ സീനുകളിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഫ്രീ പ്ലഗിൻ ആണ്. ഇതിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിന്റെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് HMediaയുടെ വാട്സ്ആപ്പ് ചാനലിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. HMediaയുടെ ക്രിയേറ്റീവ് ജേർണിയുടെ ഭാഗമാകുന്നതിനും പ്രീമിയം റിസോഴ്സസ് ഫ്രീ ആയി ആക്സസ് ചെയ്യുന്നതിനുമായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുള്ള വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു പ്ലഗിൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത പ്ലഗിൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു പ്ലഗിൻ സെലക്ട് ചെയ്ത് 3D Max വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതിനൊരു ബട്ടണായി നമ്മുടെ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ടൂൾ ബാർസിൽ TRVs എന്ന ഈ ഒരു കാറ്റഗറി ഇവിടെ കാണാവുന്നതാണ്. ഒരു ബട്ടനായി ആഡ് ചെയ്യുന്നതിനായി ഒരു ന്യൂ ടൂൾ ബാർ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ആക്ഷനിൽ നിന്നും ഈ ഒരു പ്ലഗിനെ ഡ്രാഗ് ചെയ്ത് ഈ ഒരു ടൂൾ ബാറിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇനി ഒരു ബട്ടൺ നമ്മുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സീനുകളിലേക്ക് 3D അസറ്റ്സിനെ ആക്സസ് ചെയ്യുന്നതിനായി യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.